തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പയ്യന്നൂരിൽ CPMന്റെ നേതൃത്വത്തിൽ വ്യാപക അക്രമം. പയ്യന്നൂർ നഗരസഭയിലെ UDF സ്ഥാനാർത്ഥി PK സുരേഷിന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ അക്രമികൾ രാമന്തളിയിൽ ഗാന്ധി പ്രതിമ അടിച്ചു തകർക്കുകയും ചെയ്തു. ഇന്നലെ പാനൂർ, പാറാട്, വടിവാൾ എന്നീ അതിക്രമം കാട്ടിയ സംഭവത്തിൽ 62 CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. നഗരസഭാ ഭരണം നിലനിർത്തിയതിന്റെ പിന്നാലെയാണ് പയ്യന്നൂരിന്റെ പല ഭാഗങ്ങളിൽ CPM പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത്. 44-ാം വാർഡ് സ്ഥാനാർത്ഥി P. ലതികയുടെ ബൂത്ത് കമ്മിറ്റി ഓഫീസ് പട്ടാപ്പകൽ അടിച്ചു തകർത്തു. ബൈക്കുകളിലെത്തിയ 15-അംഗ സംഘം മുങ്ങം ജുമാ മസ്ജിദിന് സമീപത്തെ ബൂത്ത് ഓഫീസ് ആക്രമിക്കുകയായിരുന്നു. രാത്രി ഓട്ടോയിലെത്തിയ 3-അംഗ സംഘമാണ് കാനായി വാർഡിലെ UDF സ്ഥാനാർത്ഥി PK സുരേഷിന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞത്. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങുമ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടു. രാമന്തളിയിലെ മഹാത്മാ സാംസ്കാരിക കേന്ദ്രത്തിനു മുന്നിലെ ഗാന്ധി പ്രതിമ മൂക്കും കണ്ണടയും അടിച്ചു പൊളിക്കുകയും ചെയ്തിട്ടുണ്ട്. പാനൂർ, പാറാട്, വടിവാളുമായി അതിക്രമം കാട്ടിയ സംഭവത്തിൽ CPM പ്രവർത്തകനും ക്രിമിനൽ കേസ് പ്രതിയുമായ ശരത് പാറാട് അടക്കമുള്ളവർക്കെതിരെയാണ് കേസ്. പാറാട് സംഭവത്തിൽ UDF പ്രവർത്തകർക്കെതിരെയും കേസുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ CPM നേതൃത്വം അക്രമം അഴിച്ചുവിടുകയാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. CPMന്റെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോഴും അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പരാജയത്തോടു കൂടി അവർ കൂടുതൽ പരിഭ്രാന്തതയോടെ അവർ ഈ അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ്. എറണാകുളം മൂവാറ്റുപുഴ നഗരസഭയിലെ UDF ബൂത്ത് ഏജന്റിന്റെ വീടിന് നേരെയും ആക്രമണം നടന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഏജന്റായ അരിയുടെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതിനെ തുടർന്ന് ജനൽച്ചില്ലുകൾ തകർന്നു. മീഡിയ 1 കണ്ണൂർ.